നമ്മളുടെ പ്രിയങ്കരനായ കുട്ടൻ സാർ അഥവാ PC ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. പബ്ലിക് ലൈബ്രറി പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും ഉചിതമായ ഒരു പരിപാടിയാണ്. ഈ പബ്ലിക് ലൈബ്രറി ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ഈ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വായിക്കുകയും വളരെ പ്രഗത്ഭരായി തീരുകയും ചെയ്തിട്ടുള്ള പല ആളുകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നും ലൈബ്രറിയെ ഓർമ്മിക്കുന്ന രണ്ടുപേരുണ്ട്. ചാത്തമ്പടത്തിൽ ഡോക്ടർ CL ജോസഫ്, CL ഫിലിപ്പ് എന്നീ രണ്ടുപേർ. ഈയിടെ അമേരിക്കയിൽ നിന്നും പോയി വന്ന ഒരാൾ പറയുകയുണ്ടായി, അവരിപ്പോഴും ലൈബ്രറിയെ പറ്റിയൊക്കെ അന്വേഷിക്കുകയും ആ ലൈബ്രറിക്ക് എന്തെങ്കിലും അത്യാവശ്യമായി എന്തെങ്കിലും സാമ്പത്തിക സഹായമുണ്ടെങ്കിൽ അത് മറ്റു രീതിയിലൊന്നും നഷ്ടം വരാത്ത രീതിയിൽ, ശരിയായ രീതിയിൽ ലൈബ്രറിക്ക് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ അത് ചെലവാക്കാൻ ആളുണ്ടെങ്കിൽ അവരാ ചെലവ് ചെയ്യുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ളതായ പെരുമാറ്റങ്ങളായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ ചെല്ലുന്ന ആളുകളെ ഒക്കെ ആയി ബന്ധപ്പെടാനും അവരെ നല്ല രീതിയിലൊക്കെ സൽക്കരിക്കുന്നതിനുമൊക്കെ അദ്ദേഹം തയ്യാറാകാറുണ്ട്. അതിന് വ്യക്തിപരമായ രീതിയിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പിന്നെ അടുത്തത് നമ്മുടെ പതിയിലെ ലൂക്കാ ചേട്ടനാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ആ 81 പേര് പോയതിൽ ഒരാൾ ഞാനുമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് പുസ്തകം പോയിട്ട് ഒരു വാചകം പോലും എഴുതി വെച്ചില്ല. അവിടെ ഞങ്ങൾ ഒന്നിച്ചാണ് കാര്യം പോവുകയും കിടക്കുകയും യാത്ര ചെയ്യുകയൊക്കെ ചെയ്തത്. അവിടെ ചെന്നു കുറേ കാര്യങ്ങളൊക്കെ കണ്ടു, 3-4 രാജ്യങ്ങളൊക്കെ പോയി കണ്ടു കേട്ടു ഇങ്ങനെ പോന്നു എന്നുള്ളതല്ലാതെ ഇത്രയും പ്രായമായ ലൂക്കാ ചേട്ടൻ ആ 3-4 രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും അവിടെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പുസ്തകമായി എഴുതി. ഇവിടെ ആരോ പറഞ്ഞതുപോലെ 19 പേരുണ്ടായിരുന്നതിൽ ഒരാൾ മാത്രമേ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയതായി കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു പുസ്തകം എഴുതുന്നതിനും അതുപോലെ നീണ്ടൂരിൽ ഇന്നത്തെ പോലെയുള്ളതായ സാമ്പത്തികമായ ഇങ്ങനെയുള്ളതിൽ, അതായത് കോപ്പറേറ്റീവ് ബാങ്കിലെ ലോണ് അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് മറ്റ് ബാങ്കുകളൊന്നും ഇന്നത്തെ പോലെ ഇല്ലാതിരുന്ന കാലത്ത് ആദ്യമായി ബാങ്കിങ് പരിപാടി വില്ലേജ് ഹാളിൽ നടത്തി. നല്ല ഒരു കൃഷിക്കാരൻ, അവരെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.